ഇന്ന് നോക്കാൻ പോണ അപ്ഡേറ്റ് ആണ്. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അബദ്ധത്തിൽ അപ്ഡേറ്റ് ചെയ്യാനും സേവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന പറയും. അപ്പൊ നമുക്ക് ജാങ്കോയിൽ സേവ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ജാങ്കോയിൽ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ജാങ്കോയിൽ ഈസി ആയിട്ട് കുറച്ചും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻസേർട്ട് ചെയ്യാൻ സേവ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഡേറ്റ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. അതിനൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്ഡേറ്റ് ആ ഫംഗ്ഷനകത്ത് ഏത് കോളം അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ. ഓക്കെ, ഇവിടെ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് നമുക്കൊരു ലിങ്ക് കൊടുക്കും. ഈ ലിങ്ക് കൊടുത്തിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാ ബേസിൻ്റെ അകത്ത് ഒരു പുതിയൊരു കോളം ഞാൻ ആഡ് ചെയ്യും. നമ്മുടെ ഡേറ്റാ ബേസ് ടേബിളിൻ്റെ അകത്ത് ഒരു പുതിയൊരു കോളം ആഡ് ചെയ്യും. അവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിന്റെ ലോജിക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യും. മീൻസ് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കും. അപ്പം ഇവിടെ ബേസിക് സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഞാൻ ഇവിടെ സിമ്പിളായിട്ട് പറയുന്നെങ്കിൽ ഇവിടെ ഞാൻ ഡിലീറ്റ് ഞെക്കിക്കഴിഞ്ഞാൽ പോലും ശരിക്കും ഡേറ്റ എൻ്റെ ഡേറ്റാബേസിൽ ഡിലീറ്റ് ആവത്തില്ല. ജസ്റ്റ് എൻ്റെ ഡേറ്റാബേസിൽ പോയിട്ട് ആ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ആവത്തേ ഉള്ളൂ. അപ്ഡേറ്റ് ആയിട്ട് ഇവിടെ കണ്ടീഷൻ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ നേരത്ത് ഏത് കോളം ആണോ ഞാൻ ഡിലീറ്റ് ചെയ്ത ആ കോളം ഒഴിച്ച് ബാക്കിയെല്ലാം ആ ഒരു റോ ഒഴിച്ച് ബാക്കിയെല്ലാം റോ ഡിസ്പ്ലേ ആവും. ഞാൻ പറഞ്ഞു കുഴപ്പിക്കുന്നില്ല, ചെയ്ത് കാണിക്കുക. ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസിലോട്ട് ഒരു കോളം ആഡ് ചെയ്യണം. അതിന്റെ ഡിഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ബൂളിയൻ വാല്യൂ കൂടി സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ മോഡൽ ഏതാണ്? സ്റ്റുഡൻസ് ടേബിളിനകത്ത്. അപ്പൊ അതിനകത്ത് ഒരു കോളം ആഡ് ചെയ്യണം. ആണെങ്കിൽ ന്യൂ കോളം അല്ലെങ്കിൽ ന്യൂ ഫീൽഡ്. ഞാൻ ഫീൽഡ് ആഡ് ചെയ്യണം. ഈസ് ഡിലീറ്റഡ് ഈക്വൽ ടു, ഇവിടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ബൂളിയൻ ഫീൽഡാണ്. ബൂളിയൻ. അതിൻ്റെ അകത്ത് ഞാൻ ഡിഫാൾട്ട് ആയിട്ട് എന്ത് പറഞ്ഞു കൊടുക്കുന്നു? ഡിഫാൾട്ട് ആയിട്ട് ഫാൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ സെർവർ സ്റ്റോപ്പ് ചെയ്യുന്നു, ഒന്ന് ക്ലിയർ ചെയ്യുന്നു. പൈതൺ manage.py മേക്ക് മൈഗ്രേഷൻ കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ആ പുതിയ ഫീൽഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആണ് കാണിച്ചു. ഇനി നമുക്ക് ഡേറ്റാബേസിൽ പോയിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഈസ് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡും വന്നിട്ടുണ്ട്. അതിൽ ഡിഫാൾട്ട് ആയിട്ട് ഫാൾസ് എന്ന് ബൂളിയൻ വാല്യൂ സെറ്റും ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറസ്പോണ്ടിങ് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ഐ ഡി വെച്ചിട്ടുള്ള റോയിൽ ഈ ഒരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യണം, ട്രൂ ആക്കി കൊടുക്കണം. ഇപ്പൊ ഋതുവിന്റെ റോയിലാണ് ഞാൻ ഡിലീറ്റ് കൊടുക്കണമെങ്കിൽ എനിക്ക് ഋതുവിന്റെ ഇവിടെ എന്ത് ചെയ്യണം? ട്രൂ ഒന്ന് അപ്ഡേറ്റ് ആവണം. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് ഒരു നമ്മൾ നേരത്തെ വീഡിയോയിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിമൂവ് ഈക്വൽ ടു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണ സംഭവം. ആ സെയിം ഫംഗ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യണം. നമ്മളവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കമന്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ എഴുതാൻ പോകും. കാരണം ഇനിയിപ്പോ ഞാൻ ഇതിനു വേണ്ടി ഒരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു പാത്ത് സെറ്റ് ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു URL സെറ്റ് ചെയ്ത് വെക്കണം. ആ URL കൂടെ ഡേറ്റ പാസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു പുതിയ വ്യൂക്കകത്ത് റിട്ടേൺ ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. ഇങ്ങനെ URL എന്നൊക്കെ റിട്ടേൺ ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. സോ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത നേരത്തെ നമ്മൾ ഡിലീറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്തില്ലേ, അത് രണ്ടും കമന്റ് ചെയ്തിട്ടേക്കാണ്. URL എനിക്ക് ഐഡിയയും വേണം. കാരണം ആ ഒരു ID വെച്ചിട്ടാണ് കറസ്പോണ്ടിങ് റോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആ URL നിന്ന് കിട്ടുന്ന ID വെച്ചിട്ടാണ് ഞാൻ കറസ്പോണ്ടിങ് റോ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ സംഭവം പറയുന്നത് കത്തുന്നില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ, ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പ് ഇട്ടങ്ങനെ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം മനസ്സിലാവും. പിന്നെ പുതിയ ഫംഗ്ഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. പഴയ ഫംഗ്ഷനിൽ ഈ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് കമന്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പോകണം. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതാൻ പോകണം. അപ്പൊ ഏത് ടേബിളിനാണ് അപ്ഡേറ്റ് ചെയ്യുക, ഏത് മോഡലിനാണ് അപ്ഡേറ്റ് ചെയ്യുക? സ്റ്റുഡന്റ് ടേബിൾ എന്ന് പറഞ്ഞ മോഡലിനാണ് അപ്ഡേറ്റ് ചെയ്യുക. അതിൽ ഒബ്ജക്ട്സിനെ വിളിക്കണം. ഡോട്ട് ഫിൽട്ടർ ഫംഗ്ഷനെ വിളിക്കണം. ഈ ഫിൽട്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ SQL വേറെ ക്ലാസ് ഇല്ലേ, അതിന്റെ സെയിം ഒബ്ജക്റ്റീവ് ആയിരിക്കും ഫിൽട്ടർ ക്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ SQLന്റെ അകത്ത് വേറെ ക്ലാസ് ചെയ്ത് ഓരോ കണ്ടീഷൻ ബേസിൽ ഓരോ റോ എടുക്കും. ആ സെയിം സംഭവമാണ് ഫിൽട്ടർ യൂസ് ചെയ്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള റോന്റെ ID പാസ് ചെയ്ത് കൊടുക്കണം. എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള റോ ഏതായിരിക്കണം? കറസ്പോണ്ടിങ് ഐഡികൾ. അപ്പൊ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ID ഈക്വൽ ടു ID ഇവിടെ PK എന്ന് കൊടുക്കാം. PK. ഈ PK എന്ന് പറയുന്നത് എന്തിനാണ്? ഈ PK എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ URL നിന്ന് വരുന്ന ഈ ഒരു ID ആയിരിക്കും, കറസ്പോണ്ടിങ് റോയിലെ ID ആയിരിക്കും PKയിൽ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഗെറ്റ് മെത്തേഡ് വെച്ച് നമ്മൾ PKയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ഫിൽറ്ററിന്റെ അകത്ത് ID ഈക്വൽ ടു ID. ഈ ID എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോഡലിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ടേബിളിന്റെ അകത്ത് ഇരിക്കുന്ന ഈ ID ആ ID ആയിട്ട് മാച്ച് ചെയ്ത് നോക്കും. അപ്പൊ മാച്ച് ചെയ്യണ ഏത് റോ ആണോ ആ റോയില്
ഒരു കോളം അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അപ്ഡേറ്റ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്ക് ഈ ഒരു റോയിലെ വാല്യൂ ആണ് അപ്ഡേറ്റ് ചെയ്യുക, ഈ റോയിലെ വാല്യൂ ആണ് അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കും ഈസ് ഡിലീറ്റഡ്, സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്നോ, ഓക്കെ, ഈസ് ഡിലീറ്റഡ് ഈക്വൽ ടു ഫാൾസ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് എന്താക്കണം, അതിനെ ട്രൂ ഒന്നാക്കണം. അപ്പൊ ഇതാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ള. അപ്പൊ അപ്ഡേറ്റ് ചെയ്യണം എങ്ങനെയാണ്, നമ്മൾ മോഡൽ വിളിക്കണം, അതിന് ഒബ്ജക്ട്സ് വിളിക്കണം, അതിൽ ഫിൽട്ടർ യൂസ് ചെയ്ത് ഏത് ഐ ഡിക്കാണോ മാറ്റാനുള്ളത് അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ലിങ്ക് കൊടുക്കുമ്പോൾ, ഞാൻ ഇപ്പൊ ഈ ലിങ്ക് കൊണ്ട് വയ്ക്കുമ്പോൾ ഏത് ഐ ഡിയാണോ പാസ് ചെയ്യുന്നത് ആ ഐ ഡിയിലായിരിക്കും അപ്ഡേറ്റ് ആവുന്നത്. എന്നിട്ട് അപ്ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കോളം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഫീൽഡ് പറഞ്ഞു കൊടുക്കുക. ഈ ഫീൽഡാണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഫീൽഡ് ഈക്വൽ ടു ഈ വാല്യൂ ആയിരിക്കണം എനിക്ക് അസൈൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. പൈതൺ മാനേജ് ഡോട്ട് പി വൈ റൺ സെർവർ ചെയ്തിട്ട് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഋതുവിന്റെ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഞെക്കുകയാണ്. ഡിലീറ്റ് ഞെക്കുമ്പോൾ ഇന്റർഫേസിൽ നിന്ന് ആ റോ പോയിട്ടില്ല, നമുക്ക് അതിന്റെ ലോജിക് എഴുതാം. പക്ഷെ ഞാൻ അവിടെ ഡിലീറ്റ് ഞെക്കിയപ്പോൾ എന്ത് ചെയ്ത്, എന്റെ ഡേറ്റാ ബേസിൽ ഋതു എന്ന് പറഞ്ഞ റോയിൽ ട്രൂ എന്നായി, ഫാൾസ് മാറി എന്തായി, ട്രൂ ആയി, അപ്ഡേറ്റ് ആയി. ഓക്കെ, പിന്നെ യൂസറിന് എന്താണ് വേണ്ടത്, ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരെ കറസ്പോണ്ടിങ് വാല്യൂ ഈ ഇന്റർഫേസിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഈ ഒരു ബ്രൗസറിന്റെ ഈ ഫ്രണ്ട് പേജിൽ നിന്ന് പോകണം. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, നമ്മളാ ഡീറ്റെയിൽസ് ഡിലീറ്റ് ആയത് നമ്മൾ വിചാരിക്കും, നമ്മളെ മനുഷ്യന്റെ പ്രത്യേകത വെച്ച് നമ്മൾ വിചാരിച്ചു പോകും. ഓക്കെ, ഇനി ആ സംഭവമാണ് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അപ്ഡേറ്റ് ചെയ്ത്, കാരണം ഈ ഒരു റോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാനാണ് ട്രൂ എന്ന് സെറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും, യൂസർ ഈ ഡേറ്റ ഡിലീറ്റ് ആക്കാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് അപ്ഡേറ്റിനുള്ള ട്രൂ എന്ന് കൊടുക്കുക. സോ എന്ത് ചെയ്യണം, ഈ ഇന്റർഫേസിൽ അയാളെ ഡീറ്റെയിൽസ് കാണാല്ലേ, ആ ഒരു ലോജിക്ക് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡിസ്പ്ലേ ചെയ്യണ കോഡിന്റെ അവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഇതിന്റെ താഴെ ഒരു ഇഫ് ക്ലാസ് വിളിക്കും, ഇഫ് ടാഗ് വിളിക്കും, വേണമെങ്കിൽ കുറച്ചും കൂടി അകത്ത് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞു കൊടുക്കും, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള വാല്യൂസ് മാത്രം എനിക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി. എന്റെ റോ ഡോട്ട് ഡിലീറ്റഡ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. ഫംഗ്ഷൻ എന്താണ് എഴുതിയിരിക്കുന്നത്, ഈസ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞ കോളത്തിന്റെ അകത്ത് ഫാൾസ് ആയിട്ടുള്ള വാല്യൂസ് മാത്രം എനിക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി. അതാണ് ഈ ഒരു ഫംഗ്ഷൻ പറയുന്നത്. എന്നിട്ട് ഇവിടെ കിടക്കുന്ന സാധനം കട്ട് ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യുക. ഞാൻ ഫോർ ലൂപ്പിന്റെ അകത്ത് കയറിയപ്പോ നേരെ ഒരു ഇഫിന്റെ അകത്ത് പറഞ്ഞേക്കാണ്, ഈസ് ഡിലീറ്റ് എന്ന് പറഞ്ഞ കോളത്തിന്റെ അകത്ത് ഫാൾസ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഇഫിന്റെ അകത്തുള്ളിൽ പോവുക, അല്ലെങ്കിൽ നേരെ പുറത്തിറങ്ങുക. അതാണ് കണ്ടീഷൻ. അപ്പൊ എന്തേ ഡിസ്പ്ലേ ആവത്തുള്ളൂ, നമ്മളെ റെക്കോർഡിനകത്ത് ഫാൾസ് ആയിട്ടുള്ള റോസ് മാത്രമേ ഡിസ്പ്ലേ ആവത്തുള്ളൂ. ഫാൾസ് ആയിട്ടുള്ള റോ ഏതൊക്കെയാണ്, അമലും അതുല്യ, അതുമായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആവണം. പറഞ്ഞു നിർത്തിയാ. ഇപ്പൊ ഞാൻ ഇപ്പൊ സോറി ഓക്കെ, ഇപ്പൊ ഞാൻ ഇപ്പൊ അമലിന്റെ വാല്യൂ ഇവിടെ ഡിലീറ്റ് ചെയ്തേക്കണം. ഇപ്പൊ ഞാൻ പൊതുവെ നമ്മൾ ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഡിലീറ്റ് ആയത്. അപ്പൊ ഇവിടെ ശരിക്കും നടക്കുന്നത് ഡിലീറ്റ് അല്ല, അപ്ഡേറ്റ് ആണ് ആയത്. നമ്മൾ ഡേറ്റാബേസിൽ പോകുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ തന്നെ ഉണ്ട്, കാരണം നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഫ്രണ്ട് എൻഡ് വരാൻ നേരത്തെ, അല്ലെങ്കിൽ ഈ ഇന്റർഫേസ് വരാൻ നേരത്തെ നമ്മൾ നോക്കും, നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ ഇല്ല. അപ്പൊ ഒരു ബേസിക് കോൺസെപ്റ്റ് വരും. അപ്പൊ നമ്മളിവിടെ അപ്ഡേഷന്റെ സംഭവമാണ് പഠിച്ചത്. ആ അപ്ഡേഷന്റെ ലോജിക്ക് വെച്ച് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് എങ്ങനെ ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്.